മദീനയിലെ ബദരീകളിൽപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു കറുത്ത യൂറോപ്പിയായ സഹാബിയാണ്. സമപ്രായക്കാരൊക്കെ വിവാഹം കഴിച്ചു ദാമ്പത്യത്തിലാണ്. സഅദ് റളിയല്ലാഹു അൻഹുവിന് അയോഗ്യതയുണ്ട്, കാണാൻ സൗന്ദര്യമില്ല, കറുത്ത നിറവാണ്. മദീന പള്ളിയിൽ ഒറ്റപ്പെട്ട് ഇരിക്കുകയാണ്, വിഷമത്തോടിരിക്കുകയാണ്. ആ വിഷമം എന്താണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വിവാഹത്തിന്റെ പ്രശ്നമാണ്. യാ റസൂലല്ലാഹ്, സമപ്രായക്കാർക്ക് കല്യാണം കഴിച്ച് ജീവിക്കുന്നുണ്ട്, ആശ്രയിക്കണ്ട, ഞാനൊരു കല്യാണം സെലക്ട് ചെയ്തതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കല്യാണം സെലക്ട് ചെയ്തത് ആ നാട്ടിന്റെ വലിയ രാജാവുണ്ട്, അംർ ബിൻ വഹബ് എന്നുള്ളത്. മഹാൻ ഈ കത്തവർ കൊണ്ടു നിർത്താൻ മതി. അംർ ബിൻ വഹബിന്റെ മോളെ കെട്ടിച്ചു. അംർ ബിൻ വഹബിന്റെ മോൾ ഭൂലോക സുന്ദരിയാണ്, വലിയ കോടീശ്വരിയാണ്, വലിയ പ്രതാപത്തിലാണ്. അതിന്റെ 4 അയലത്ത് പോയിട്ട് 100 അയലത്ത് പോലും ചവിട്ടാൻ യോഗ്യരാക്കില്ല ഈ കറുകറുത്തിരിക്കുന്ന ആ സഅദ് റളിയല്ലാഹു അൻഹു. വിധങ്ങൾ കൊടുത്തു, കല്യാണാഭ്യർത്ഥനയാണ് കത്ത്. എന്നാൽ അംർ ബിൻ വഹബിന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വലിയ ബഹുമാനമാണ്, വലിയ സ്നേഹവുമാണ്. കത്തുമാരോട് ചെന്നു, നിങ്ങളാരും ഞാൻ മദീന പള്ളിയിൽ നിന്ന് വരികയാണ്, എന്താ വിഷയം? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്കൊരു കത്ത് തന്നിട്ടുണ്ട്. ആ വലിയ സന്തോഷം. നിബിധങ്ങളെ കുറിച്ച് കത്ത് കൊടുക്കാൻ പറഞ്ഞ വലിയ സന്തോഷമില്ലേ? ഒരു മന്ത്രിയുടെ കത്ത് അന്ന് കിട്ടി, മന്ത്രി ഒരു പഞ്ചായത്ത് മെമ്പറെ കത്ത് അമ്മ കിട്ടിയ ഒരു ഫോൺ കോൾ വന്നോ പോലെ. കത്ത് വായിച്ചപ്പോഴേ അംർ ബിൻ വഹബിന്റെ മുഖം ചുളിഞ്ഞുപോയി, ദേഷ്യം വന്നു, ഇറങ്ങാൻ പറഞ്ഞു. പക്ഷെ ഈ കത്ത് തന്നത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായതുകൊണ്ട് നിന്നെ വെറുതെ വിട്ടു, എപ്പോഴോ ജീവൻ കൊണ്ടുപോയി, അല്ലെ നിന്നെ വിളിപ്പിച്ച് കത്തല എന്തൊക്കെയാ മറുപടി പറഞ്ഞു. ഈ മറുപടി കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രതീക്ഷിത വധുവായിരിക്കുന്ന പെണ്ണ് ഈ സംഭാഷണം അകത്ത മൂലയിൽ നിന്നും കേൾക്കുന്നു. അമ്രിന്റെ മോളാണ്, നല്ല സ്വാലികത്തായ മോളാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കത്ത് കൊടുത്തപ്പോൾ എൻ്റെ വാപ്പ എത്ര മോശക്കാരനാണ്, സാമാന്യ മര്യാദയില്ലാതെ ആ കത്തിനെ പരിഗണിച്ചില്ലല്ലോ ഈ മനുഷ്യൻ. ആ മകളുടെ ഹൃദയത്തിൽ ജോഷാക്കിനെ ആണിക്കത്ത്. അംർ റളിയല്ലാഹു അൻഹു സഅദ് റളിയല്ലാഹു നിരാശനായി പോയി. പാവം പോയതിനു ശേഷം മകൾ വാപ്പ എന്തൊരു സംഭാഷണം നടന്നേ, അത് നീ കേൾക്കണ്ടോ? പിന്നെ മോള് പറഞ്ഞേ, ഞാൻ കേട്ടു. രണ്ടാമത് വാപ്പ ചിന്തിക്കുന്നത്, ഈ ലോകത്ത് ആരും ചെയ്യാത്ത നെറുകകളാണ് എന്റെ പിതാവായ ധിക്കാരിയായ താങ്കൾ റസൂലുള്ളാഹിയോട് ചെയ്യുന്നത്. ഒരു മകളുടെ ഈമാനാണ് അത് സ്വന്തം തോന്നുന്നത്. അതാണ് ആരും ചെയ്തിട്ടില്ല ഈ നെറുകകൾ കേട്ടോ. നബി തങ്ങൾക്ക് കത്ത് കൊടുത്ത മാനദണ്ഡമില്ലേ? ഞാൻ തീർത്തു പറയുന്നു, ഇനി എനിക്ക് വേണ്ടി നിങ്ങളൊരു പുതിയവരെ തിരക്കണ്ട, ഒരു രാജകുമാരനെയും കോടീശ്വരനെയും നോക്കണ്ട, എന്റെ സൗന്ദര്യങ്ങളാണ് നോക്കണ്ട, എനിക്ക് ആ വന്ന നിരൂപിയായ മനുഷ്യനെ മതി. ഞാൻ സ്വീകരിച്ചു. എന്റെ പുതിയാപ്പുറയെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഹബീബ് റസൂലുള്ളാഹി. അതാണ് ഈമാൻ. അംർ ബിൻ വഹബ് പൊട്ടിക്കെട്ടിലായി ഓടി മദീന പള്ളിയിലേക്ക് ചെന്നു. ഇലാ ഹദറത്തി റസൂലില്ലാഹി ക്ഷമ ചോദിച്ചു, മാപ്പ് വീണു, കരഞ്ഞു, കാല് പിടിച്ചു. യാ റസൂലല്ലാഹ് ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്. അർത്ഥം പറ്റിപ്പോയി.
എൻ്റെ മകൾക്ക് ഈ കല്യാണം മതി, പൊരുത്തപ്പെട്ടു. കല്യാണം വിജയിച്ചു. നമ്മളിനൊന്നുമില്ല, ശൈലബന്ധൻ ഒന്നുമില്ലല്ലോ. സഹാബാക്കളെല്ലാം കൂടി പിരിവെടുത്ത് 200 വെള്ളി മഹർ കൊടുക്കണം, കല്യാണ ഡ്രസ് വേണം, കല്യാണം നടത്തണം. നിശ്ചയിച്ചു. പുതിയ ആളെ ഒരുങ്ങാൻ വേണ്ടി മാർക്കറ്റിലേക്ക് സാമഗ്രികൾ മേടിക്കാൻ പോകുമ്പോൾ പെട്ടെന്നുണ്ടായൊരു ഫീസബിയിൽ ധർമ്മയുദ്ധം ശ്രദ്ധയിൽപ്പെട്ടു. നബിയും സഹാബത്തും പോർക്കളത്തിലാണ്. എൻ്റെ കല്യാണത്തിൽ റസൂലുള്ളാഹി കാണത്തില്ല, എൻ്റെ കൂട്ടുകാരെ സഹാബത്തും കാണത്തില്ല. ഒന്ന്. രണ്ടാമത് വാളുമായിട്ട് നേർക്കെതിരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിക്ക് വേണ്ടി പോരാടുമ്പോൾ ഞാൻ എന്ത് പുതിയ, ഞാൻ എന്ത് കല്യാണം, എനിക്കെന്ത് മണ്ഡപം? മഹാനായിരിക്കുന്ന നവപരനാകുന്ന സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയം തിളച്ചു. ഈമാൻ. ഞാൻ 200 വെള്ളിക്കും ഒരു ഞൊണ്ടി കുതിരയും മേടിച്ച് അതേ വിട്ടു. അത്യാവശ്യം വാളും പരിചയപ്പെടുത്തി. കല്യാണ ഡ്രസ് എല്ലാം യുദ്ധോപകരണം മാറ്റി. മുഖം കാണാതിരിക്കാൻ വേണ്ടി മുഖ മൂടി മേടിച്ചു. മുഹമ്മദ് അതാവുന്ന എനിക്കൊരു പുതിയ യോദ്ധാവ് പോർക്കളത്തിലേക്ക് നല്ല ഗണവാളവും പലരെയും തലാറ്റു പോകുന്നുണ്ട് ശത്രുക്കൾ. ഇതാര് മുസ്ലിം പക്ഷത്തിന് വലിയ പ്രതീക്ഷ മുഖം പോലും കാണാൻ സാധിക്കാത്ത രീതിയിൽ ഇത്രയും സിറായിട്ട് അങ്ങനെ യുദ്ധം എല്ലാം കഴിഞ്ഞു. മുസ്ലിമീങ്ങൾക്ക് വിജയമുണ്ടായി. അവിടെ ഷഹീദാകുന്ന മയ്യത്തുകൾ പരിശോധിച്ചു വന്നപ്പോൾ മുഖം മൂടി തിരിച്ചു കിടക്കുന്ന സഹാബി വര്യൻ സയ്യിദ് റളിയല്ലാഹു അൻഹു അടുത്ത നിമിഷം പുതിയാപ്പളയാണ്.